വഖഫ് ബോർഡ് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ സമസ്ത മുഖപത്രം സുപ്രഭാതം. ബിജെപി നേതാവിന്റെ ഹർജിയെ UDF സർക്കാർ പിന്തുണച്ചത് ആരുടെ താൽപര്യമെന്ന് മുഖപ്രസംഗത്തിൽ രൂക്ഷ വിമർശനം. സർക്കാർ നിലപാട് അമ്പരിപ്പിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതെന്നും മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിന് താൽക്കാലിക നിയന്ത്രണം ഹൈക്കോടതി ഏർപ്പെടുത്തിയിരുന്നു. ഈ സംഭവത്തിൽ UDF സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് സുപ്രഭാതം പത്രത്തിലൂടെ സമസ്ത. വഖഫ് ബോർഡ് നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിലെ ഹർജികൾ ചൂണ്ടിക്കാണിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. പറഞ്ഞ വാക്ക് പാലിക്കാനുള്ളതാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന സർക്കാരിന്റെ ഇരട്ടത്താപ്പാണിത്. വഖഫ് കേസിൽ UDF സർക്കാരിന് പറ്റിയ വീഴ്ച തിരുത്തണം. വീഴ്ചയെ ന്യായീകരിച്ചാൽ മതേതര മനസ്സുകൾ അകലുമെന്നും സമസ്ത മുഖപത്രം സർക്കാരിന് മുന്നറിയിപ്പ് നൽകുന്നു. വഖഫ് ബോർഡ് നിയമനം കേന്ദ്ര വഖഫ് നിയമ ഭേദഗതി അനുസരിച്ചല്ലെന്ന ഹർജിക്കാരുടെ വാദങ്ങളെ അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ അംഗീകരിച്ചതോടെയാണ് വഖഫ് ബോർഡ് പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിക്കാൻ ഉത്തരവായത്. കേന്ദ്രത്തിന്റെ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ഒരു കൂട്ടം ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഇതിനിടെയാണ് വഖഫ് ബോർഡിനെ തകർക്കാനുള്ള ശ്രമം കേരളത്തിൽ ഉണ്ടായത്. മുനമ്പം വിഷയത്തിൽ UDF-ൽ ഐക്യപ്പെട്ട തീരുമാനം വരുന്നതിന് മുമ്പായി അത് വഖഫ് ഭൂമിയല്ലെന്ന് പരസ്യമായി ഭരണ നേതൃത്വം പ്രഖ്യാപിച്ചത് കേവലം നാക്കുപിഴ മാത്രമാണോ എന്ന രൂക്ഷ വിമർശനവും മുഖപ്രസംഗത്തിലുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.